السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ആദ്യമായി ആമുഖമായി പറയാനുള്ളത്, നമ്മൾ ഈ ഇരിക്കുന്ന ഓരോ നിമിഷവും കേൾക്കുന്ന ഓരോ അറിവും നമ്മുടെ നിയ്യത്ത് വളരെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ പക്കൽ സ്വർഗം ലഭിക്കുവാൻ ഉതകുന്ന ഏറെ പ്രതിഫലാർഹമായൊരു കാര്യമാണ്. കാരണം ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും അറിയാനും സമയം ചെലവഴിക്കുക എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്ന കാര്യമാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് കിട്ടുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു ചെറിയ പരിശ്രമം, അത് മുഖേന അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നോമ്പുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പരിശുദ്ധ റമദാൻ മാസവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ലെങ്കിലും പൊതുവിൽ ആളുകൾ റമദാനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നമസ്കാരം പോലെ, നോമ്പ് പോലെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അർക്കാനുൽ ഇസ്ലാമിൽ പെട്ട ഒന്നാണ് നോമ്പ് സക്കാത്ത് എന്ന് പറയുന്നത്. സംസ്കരണം, വിശുദ്ധി, വളർച്ച, വികാസം, വർധനവ് തുടങ്ങിയ അർത്ഥങ്ങളാണ് സക്കാത്തിനുള്ളത്. ഒരു മനുഷ്യൻ്റെ സമ്പത്തും അതുപോലെ തന്നെ അവൻ്റെ മനസ്സും സ്വഭാവവും സംസ്കരിക്കുന്നതോടൊപ്പം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനും അവന് പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലവും എല്ലാം വർദ്ധിപ്പിക്കുന്നതായ ഒരു കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്തിനെക്കുറിച്ച് മനസ്സിലാക്കിയ ഏതൊരാളും ആ സക്കാത്ത് അങ്ങേയറ്റത്തെ താല്പര്യത്തോടു കൂടി അനുഷ്ഠിക്കും. സാധാരണ ചില ആളുകളൊക്കെ പറയാറുണ്ട് സക്കാത്ത് കൊടുക്കാൻ ആളുകൾക്ക് മടിയെന്ന്. ഒരിക്കലുമല്ല. പലപ്പോഴും ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ അങ്ങേയറ്റത്തെ താല്പര്യം, യഥാർത്ഥ വിശ്വാസികളായ സക്കാത്തിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ നമ്മളുടെ സക്കാത്ത് സംരംഭം എടുത്തു നോക്കിയ, സക്കാത്ത് സെല്ലൻ എടുത്തു നോക്കിയ, ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. ഇത് വെറുതെയുള്ളതല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ആതൈതും മിൻ റിബൻ ലിയർബു ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ് വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. ഒരാൾ കുറേ പലിശക്കൊക്കെ പണം എടുത്തിട്ടോ അല്ലെങ്കിൽ പലിശക്ക് കൊടുത്തിട്ടോ ഒരുപാട് സമ്പത്തുണ്ടാക്കാം എന്നവൻ കരുതുന്നുണ്ട് എങ്കിൽ ഒരിക്കലും അവൻ അതിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് നൽകുന്നതായ സക്കാത്തുണ്ടല്ലോ, ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ, അവർക്കാകുന്നു അള്ളാഹു ഇരട്ടിയായി ഇരട്ടിപ്പിച്ച് നൽകുന്നത് എന്നാണ്. അപ്പോൾ സക്കാത്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ വർധനവാണ്, സമ്പത്തിൽ വർധനവാണ്. മാത്രമല്ല, നമ്മളുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും സാമൂഹികമായി സക്കാത്ത് വലിയ രൂപത്തിൽ ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നുണ്ട്. സമൂഹത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ദരിദ്രരായ
ഫക്കീറോ മിസ്കീനോ കടക്കാരനോ ഒക്കെ ആയ ആളുകൾക്ക് ഈ പണം ലഭിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ആ പണം വിനിയോഗിക്കുകയും അതുവഴി സാമ്പത്തികമായ അഭിവൃദ്ധി ആ സമൂഹത്തിൽ ഉണ്ടാകുകയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കരക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തങ്ങളുടെ സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മളുടെ സമുദായത്തിൽ ദുരിതമനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. അത്രമാത്രം ആളുകളിലേക്ക് ഈ അവകാശം എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരിക്കലും ഒരു ഔദാര്യമായി നിർവഹിക്കുന്ന കാര്യമല്ല, മറിച്ച് ഫർളാക്കപ്പെട്ട നമുക്ക് നിർബന്ധമായൊരു കർമ്മമാണ്. അനുഷ്ഠിക്കാത്ത വ്യക്തിയുടെ കാര്യം അപകടത്തിലാണ്. കാരണം സക്കാത്ത് അനുഷ്ഠിക്കാത്ത വ്യക്തി അവനെ മുസ്ലിം എന്ന് വിളിക്കണോ അല്ല ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് അവൻ പുറത്താണോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവനെ പോലെ സക്കാത്ത് ഉപേക്ഷിക്കുന്നവനും ഇസ്ലാമിൻ്റെ ഉള്ളിലാണോ അതല്ല പുറത്താണോ എന്നുള്ളത് ചർച്ചയുള്ള കാര്യമാണ്. അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. വഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം, അഗതികൾക്കും ദരിദ്രർക്കും അതുപോലെ തന്നെ നൽകുന്നവനെ പോലെ സാമ്പത്തികമായി ഇല്ലാത്ത മഹറൂമീങ്ങളായ ആളുകൾക്കും ഉള്ളവൻ്റെ സമ്പത്തിൽ അള്ളാഹു ഒരു വിഹിതം, മഅലൂമായ നിർണിതമായ ഒരു വിഹിതം നിശ്ചയിച്ചിട്ടുണ്ട്. അത് അവകാശിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ മാ ഖാലതതിസ് സദഖതു ബിമാലിൻ ഇല്ലാ അഹ്ലകതു, മുഴുവൻ സമ്പത്തും ഹറാമായി മാറും. സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാത്ത മനുഷ്യന് അവൻ്റെ മുഴുവൻ ധനവും ഹറാമായി. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം വേറുള്ള കാര്യത്തിൽ ഭയങ്കര സൂക്ഷ്മത കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സക്കാത്ത് കൊടുക്കാത്ത ആൾ മറ്റുള്ള ഹറാമായ സമ്പാദ്യമൊന്നും കടന്നു വരരുതെന്ന് വലിയ സൂക്ഷ്മത കാണിച്ചിട്ട് സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മുഴുവൻ ധനവും ഹറാമായ നിഷിദ്ധമായ ധനമായി മാറും. ഒരാൾ അയാൾക്ക് സക്കാത്ത് നിർബന്ധമാകാനുള്ള നിബന്ധന പെട്ടെന്ന് പറയാം. മുസ്ലിമായ, അടിമയല്ലാത്ത, സ്വതന്ത്രനായ, സക്കാത്ത് ബാധകമാകാനുള്ള നിസാബ് കൈവശമെത്തിയ, ആ നിസാബ് തൻ്റെ ഉടമസ്ഥതയിൽ സ്ഥിരപ്പെട്ട, ഹൗല് ബാധകമായ അഥവാ ഒരു ഹിജ്റ വർഷക്കാലത്തെ കാലപരിധി ബാധകമായ ഇനങ്ങൾക്കത് പൂർത്തിയാകുകയും ചെയ്താൽ അതിന് സക്കാത്ത് ബാധകവും. അത് കണക്ക് കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ കൊടുക്കണം. അത് നമുക്കുള്ളതല്ല, അത് പാവപ്പെട്ടവൻ്റെ അവകാശം. കൊടുക്കാതെ മരണപ്പെട്ടു പോയാൽ അത് കടമായി അവിടെ ബാധ്യതയായി അവിടെ നിലനിൽക്കും. ഒരു മനുഷ്യൻ്റെ കൈവശമുള്ള സമ്പത്തിൽ കന്നുകാലികൾ, അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കുന്ന അഥവാ കൃഷി കുഴിച്ചെടുക്കുന്നതായ അസംസ്കൃത വസ്തുക്കൾ, അതുപോലെ തന്നെ കച്ചവട വസ്തുക്കൾ, നാണയങ്ങളെന്ന് പറയുമ്പോൾ സ്വർണം, വെള്ളി, കറൻസി, അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന കാർഷിക വിളകൾ, തേന് തുടങ്ങിയിട്ടുള്ള ഈ വസ്തുക്കൾക്കൊക്കെ സക്കാത്ത് ബാധകമാണ്. എന്നാൽ താൻ ഉപയോഗിക്കുന്ന വാഹനം, ഉപയോഗിക്കുന്ന വസ്ത്രം, പാർപ്പിടം, അങ്ങനെയുള്ള വസ്തുക്കൾക്ക് സക്കാത്ത് ബാധകമല്ല. എന്നാൽ കൈവശം നിസാബെത്തിയ കറൻസി ഉണ്ടോ, സ്വർണ്ണമുണ്ടോ, വെള്ളിയുണ്ടോ, സക്കാത്ത് കൊടുക്കാൻ അവന് ബാധ്യസ്ഥനാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർണം, വെള്ളി അല്ലേ, ആളുകളൊക്കെ സ്വർണം വെള്ളിയൊക്കെ സ്വരുക്കു കൂട്ടി വെക്കുന്ന ഒരു കാലഘട്ടം. ആ സ്വർണവും വെള്ളിയും സ്വരുക്കൂട്ടി വെക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷെ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. ഒരാളുടെ കൈവശം 85 ഗ്രാം സ്വർണമുണ്ട് എങ്കിൽ നിസാബെത്തി. 85 ഗ്രാം സ്വർണമുണ്ടെങ്കിൽ നിസാബെത്തി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദത്തിൻ ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹാ ഇല്ലാ സുഫിഹത് ലഹു യൗമൽ ഖിയാമത്തി സഫായിഹ മിൻ നാരിൻ. സ്വർണവും വെള്ളിയും സക്കാത്ത് കൊടുത്തിട്ടില്ല, ഈ പ്രശ്നമൊന്നുമില്ല. അന്ത്യദിനത്തിൽ
അത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഫലകങ്ങളാക്കി ചൂളക്ക് വെച്ച് അതുകൊണ്ട് ഫതുക്വ ബിഹ ജംബഹു വ ജബീനഹു, അവൻ്റെ നെറ്റിത്തടങ്ങളും പാർശ്വഭാഗങ്ങളും അതുകൊണ്ട് അവനെ പൊള്ളിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ ഭീകരമായ സർപ്പത്തിൻ്റെ രൂപത്തിൽ അവനെ കൊത്തിക്കൊണ്ടിരിക്കുകയും അനമാലുക്ക വാന കെൻസുക്ക, സന്തോഷിക്ക് ഞാനാണ് നിന്റെ പണം, നീ എടുത്തു വച്ചില്ലേ, അനുഭവിച്ചോ എന്ന പാമ്പ് പറയുകയും ചെയ്യുമെന്ന് ഹദീസ് കാണാൻ സാധിക്കും. സഹിക്കാൻ കഴിയും? ദുനിയാവിലുള്ള തീൻ്റെ എത്ര ഇരട്ടിയാ ആഖിറത്തിലുള്ള തീ? ദുനിയാവിലുള്ള തീ സഹിക്കാൻ പറ്റിയിട്ടല്ല പിന്നെ ആഖിറം. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒരാളുടെ കൈവശം നിസാബെത്തിയ സ്വർണം അല്ലെങ്കിൽ വെള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. സ്വർണത്തിൻ്റെ നിസാബ് എന്ന് പറയുന്നത് 20 സ്വർണ്ണ നാണയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മൂല്യമല്ല പഠിപ്പിച്ചത്, തൂക്ക പഠിപ്പിച്ചത്. 20 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയം ഒരു മിസ്കാലാണ്. ഒരു മിസ്കാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.25 ഗ്രാം. ആ 4.25 ഗ്രാം ഗുണിക്കണം 20 സ്വർണ്ണ നാണയം, അഥവാ 85 ഗ്രാം. കറക്റ്റാണ്. മക്കക്കാർ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ നാണയത്തിൻ്റെ തൂക്കമാണ് എടുക്കേണ്ടത് എന്നുപോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൈസ അലൈക ഷൈഉൻ ഹത്താ യകൂന ലക 100 ദിർഹം. ഒരാളുടെ കൈവശം 20 ദിർഹമുകൾ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ വെള്ളിൻ്റെ നിസാബെത്തി. 595 ഗ്രാം വെള്ളി ഉണ്ടെങ്കിൽ. അതെങ്ങനെ 595 ഗ്രാം? 200 വെള്ളി നാണയം. 100 വെള്ളി നാണയം 70 മിസ്കാലാണ്. 200 വെള്ളി നാണയം 140 മിസ്കാൽ. അപ്പം 140 ഗുണിക്കണം 4.25, 595 ഗ്രാം. അപ്പോൾ ഒരാളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ നിസാബെത്തി. ഇനി വെള്ളിയും സ്വർണവുമായി നമ്മളുടെ കൈവശമുള്ള കറൻസി താരതമ്യം ചെയ്യുമ്പോൾ ഏതുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ആദ്യം നിസാബ് എത്തുന്നത്, അതിനെ പരിഗണിക്കണം. ഇന്നത്തെ കാലത്ത് വെള്ളിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 595 ഗ്രാം വെള്ളിക്ക് എത്രയാണ് വരുന്നത്? ഏകദേശം ഒരു 1.25 ലക്ഷം ഉറുപ്പിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടാവും ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. കഴിഞ്ഞ വർഷം നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഏകദേശം 40,000 അത്രയാണ്. അതിൻ്റെ ഒരു വ്യത്യാസം കൂടി നമ്മളെ കയ്യിലുള്ള ഈ പേപ്പർ കറൻസിയും മെറ്റീരിയൽ ഇതും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ ഫിയറ്റ് കറൻസി ആയിട്ടുള്ള വ്യത്യാസമാണ് ആ പോകുന്നത്. എനിവേ, അപ്പം ഇത് 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ കറൻസി കൈവശമുണ്ട് എങ്കിൽ നിസാബുണ്ട്. നിസാബുള്ള ആക്കി പിന്നെ ഇങ്ങനെ നിസാബിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇടങ്ങേറാവേണ്ട ആവശ്യമില്ല. തൻ്റെ സക്കാത്ത് അയാൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? കണക്ക് കൂട്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ കറൻസിയുടെ 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ കറൻസി ഉണ്ടെങ്കിൽ അതിന് നിസാബെത്തി. ഇനി ഒരാളുടെ കൈവശം കച്ചവട വസ്തുക്കളുണ്ടെങ്കിൽ സക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയത്തെ വസ്തുവിൻ്റെ വില എത്രയാണോ ആ വില പരിഗണിച്ച് നമ്മളുടെ കണക്കിലത് വരണം. വിൽക്കാൻ വെച്ച വാഹനം, വിൽക്കാൻ വെച്ച വീട്, സ്വത്തുവകകൾ വിൽക്കാൻ വെച്ചതാണെങ്കിൽ വിൽപ്പന ഉദ്ദേശിച്ച് വിൽക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അതിൻ്റെ വില നമ്മളെ സക്കാത്ത് കണക്കൂട്ടുമ്പോൾ കൂട്ടണം. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ അടുത്ത് ഒരു വലിയൊരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ സക്കാത്തൊന്ന് കണക്കൂട്ടാൻ വേണ്ടിയിട്ട് തന്നു. ഒരുപാട് കോടിക്കണക്കിന് സ്വത്തുക്കളുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബിസിനസ് ഇങ്ങനെ നമ്മൾ കണക്കൂട്ടി വന്നപ്പോൾ അദ്ദേഹം വാടക ഇനത്തിലൊക്കെ 10% സക്കാത്ത് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ വാടക ആവട്ടെ, സാലറി ആവട്ടെ, എന്ത് കറൻസിയാണോ 2.5% സക്കാത്ത്. അപ്പോൾ ഞാൻ കണക്കൂട്ടി വന്നപ്പോൾ ഒരുപാട് കൂടുതൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണക്കൂട്ടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇത്ര കൊടുക്കുന്നുണ്ട്, ഇത്രയും മതി. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞത്, അൽഹംദുലില്ലാ, കൂടുതലല്ല, കുറവല്ലല്ലോ, പോട്ടെ എന്ന്. പക്ഷെ ഞാൻ തിരിച്ചാലോചിച്ച് നോക്കുമ്പോൾ എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ കൂടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പടച്ചോൻ്റെ മാർഗത്ത് കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരെങ്കിലും ഭൂമിക്ക് വരുമ്പോൾ വല്ലത് കൊണ്ടുവന്നണോ? നമ്മളെക്കാൾ
ബുദ്ധിയും വിവേകവും ഒക്കെ കഴിവൊക്കെ ഉള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒന്നുമല്ലാതെ നടക്കുന്നവർ, പ്രയാസവും ദുരിതവും ബുദ്ധിമുട്ടായിട്ട് നടക്കുന്നവരുണ്ട്. ഇനി നമ്മളെക്കാൾ ഒരു കഴിവില്ലാത്ത ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട്. വലിയ സമ്പത്ത് ഇതൊക്കെ ലഭിച്ചു. ഇതിലൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിച്ച ധനത്തിൽ അത് കൃത്യമായി അതിൻ്റെ കണക്കൂട്ടി അതിൻ്റെ സക്കാത്ത് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം. എളുപ്പത്തിൽ പറഞ്ഞുതരാം. സക്കാത്ത് കണക്കൂട്ട ഒരു പ്രയാസമില്ല. ഇപ്പം ഇരുന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കൂട്ടാം. ഒരാളെ സക്കാത്ത് കണക്കൂട്ടണമെങ്കിൽ അയാളെ കയ്യിൽ ടോട്ടൽ എത്ര ക്യാഷ് ഉണ്ട്, അക്കൗണ്ടിൽ എത്ര ഉണ്ട്, പേഴ്സിൽ എത്ര ഉണ്ട്, പെരയിൽ എത്ര ഉണ്ട്, ടോട്ടൽ ക്യാഷ് കൈവശമുള്ളത് അക്കൗണ്ട് അടക്കം കണക്കൂട്ടുക. അതുപോലെ തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം കൈവശം എത്ര കച്ചവട വസ്തുക്കളുണ്ട്. ഞാൻ വിൽക്കണം എന്ന് വിചാരിച്ചിട്ട്, പ്രത്യേകിച്ചും ആണുങ്ങളുടെ കയ്യിലൊക്കെ ഇപ്പോൾ കുറേ സ്വർണവും വെള്ളിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഏതായാലും സ്വർണം വെള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ വിൽപ്പന ഉദ്ദേശിച്ചിട്ട് വെച്ചാണ് കണക്കിൽ വരണം. അതിൻ്റെ മൂല്യം ഇപ്പോഴത്തെ നിലവിലുള്ള നിങ്ങൾ വിറ്റാൽ ലഭിക്കുന്ന മൂല്യം കണക്കിൽ രേഖപ്പെടുത്തുക. ടോട്ടൽ എമൗണ്ട് എത്രയാണോ 2.5 സക്കാത്ത് കൊടുത്താൽ ആ വർഷത്തെ കഴിഞ്ഞ്. അടുത്ത വർഷം ഇതേ സമയം വരുമ്പം വീണ്ടും ഇരിക്കുക കൂട്ടുക. നിങ്ങൾ സാധാരണ എല്ലാ വർഷവും റമദാനിലാണ് സക്കാത്ത് കണക്കൂട്ടലുണ്ടെങ്കിൽ ഇരിക്കുക കണക്കൂട്ടുക. നിർബന്ധമായിട്ട് കണക്കൂട്ടണം. ചിലരൊക്കെ എന്ത് ചെയ്യും, ഞാൻ കുറേ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അതിങ്ങനെ സക്കാത്തൊന്നും കണക്കൂട്ടി കൊടുക്കാൻ പറ്റൂല. സക്കാത്ത് അങ്ങനല്ല. വഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം, നിർണിതമായ ഒരു അവകാശം പടച്ചോൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ കണക്ക് നിർബന്ധമാണ്. കൂട്ടാൻ നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. കച്ചവടം നമ്മൾ കണക്കൂട്ടുന്നു, നമ്മളെ മറ്റ് ലാഭം നഷ്ടമൊക്കെ എല്ലാവർക്കും നല്ലോണം കണക്കൂട്ടാൻ അറിയാം. സക്കാത്ത് നമ്മൾ കണക്കൂട്ടണം. നമ്മൾ മൊത്തം ടോട്ടൽ നമ്മളുടെ നിക്ഷേപങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ കൈവശമുള്ള പൈസ, നമ്മളുടെ ഇതൊക്കെ നമ്മൾ ടോട്ടൽ എമൗണ്ട് കണ്ടെടുക്കുക. വിൽപ്പന വസ്തുക്കൾ, കച്ചവട വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആ കച്ചവട വസ്തുക്കളുടെ പോലുള്ള വാല്യൂ ടോട്ടൽ എമൗണ്ട് എത്രയാണോ 2.5 സക്കാത്ത്. അപ്പോൾ അതിൽ നിങ്ങൾ ചോദിക്കും, കിട്ടാനുള്ള കുറേ കടമുണ്ട്, കിട്ടിയിട്ടില്ല. ചിലത് കിട്ടുമെന്ന് ഉറപ്പുള്ള പക്ഷേ കുറച്ച് സമയം എടുക്കും. ചിലത് കിട്ടില്ലെന്ന് ഉറപ്പില്ല. കുറേ കടങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കിട്ടുമെന്ന് അറിയില്ല, ഇപ്പോൾ വിളിച്ചിട്ടോ ഫോൺ എടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ കടങ്ങളുണ്ടാവും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കടത്തെക്കുറിച്ചിട്ട് പരാമർശിച്ചതായി എവിടെയും കണ്ടിട്ടില്ല. വല്ലാഹു ആലം. മാത്രമല്ല, നമുക്ക് കിട്ടാനുള്ള കടത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ നമ്മളെ കണക്കിൽ വരും, കിട്ടിയിട്ടുണ്ടെങ്കിൽ കണക്കിലുണ്ടാവും. നമ്മൾ കണക്കൂട്ടുമ്പോൾ പൈസ കണക്കൂട്ടുമ്പോൾ അത് വരുമല്ലോ. കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടുന്ന വർഷം അല്ലെങ്കിൽ കിട്ടുന്ന സമയത്ത് കണക്കിൽ കയറും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം അല്ലാതെ ഇപ്പം നമ്മൾ കണക്കൂട്ടേണ്ട ആവശ്യമില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ആ പണത്തിൽ നമുക്ക് മിൽക്കിയത്തു തസറുഫില്ല, ക്രയവിക്രയം ചെയ്യാനുള്ള ഉടമസ്ഥതാവകാശം ആ പണത്തിൽ നമുക്കില്ല. ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പണം അയാളുടേതായി, പിന്നെ എനിക്ക് തിരിച്ചു തരാനുള്ളൊരു ബാധ്യത അവൻ്റെ മേലുണ്ട്. പക്ഷേ കൊടുത്ത ആ പണം എനിക്ക് അവൻ്റെ പേരെ പോയിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? ഇമാം ഇബ്നുൽ ഖയ്യിമൊക്കെ പറഞ്ഞത്, ഞാൻ അവൻ്റെ അനുവാദമില്ലാതെ അവൻ്റെ പേരെ പോയിട്ട് ആ പൈസ എടുത്താൽ എന്താവും? അത് മോഷണമാവും. കാരണം അത് അവൻ്റെ പണമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് പൈസ കടം വാങ്ങിയിട്ട് ഒരുപാട് പൈസ കൈവശം വെച്ചിട്ട് തിരിച്ചു തരാത്ത ആൾക്കാരെ നിയമ നടപടിയിലൂടെ വാങ്ങുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഒരാൾക്ക് പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ ആ പണം വിനിയോഗിക്കാനും ക്രയവിക്രയം ചെയ്യാനൊക്കെ ഉള്ള അവകാശം ആർക്ക് കിട്ടി? ആ പൈസ ആർക്കാണോ നൽകപ്പെട്ടത് അയാൾക്ക് കിട്ടി. അയാളുടെ കയ്യിൽ അയാളുടെ സക്കാത്ത് കണക്കൂട്ടുന്ന സമയത്ത് ഈ പണം പൈസ ആയിട്ടുണ്ടെങ്കിൽ ആരെ കണക്കിൽ വരും? അയാളെ കണക്കിൽ വരും. അപ്പോൾ സക്കാത്ത് ബാധകമാകുന്നത് പണത്തിനാണ്, വ്യക്തി എന്നതിലുപരി പണത്തിനാണ് ബാധകമാകുന്നത്. അതുകൊണ്ടാണ് പ്രായപൂർത്തി, നിങ്ങളിപ്പോൾ നോമ്പ് പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, പ്രായപൂർത്തി, അതേപോലെ ബുദ്ധി ഉണ്ടാവുക, വിവേകം ഉണ്ടാവുക, അത് സക്കാത്തിന് ബാധകമല്ല. ഒരാൾ ഒരു ബുദ്ധി ഇല്ലാത്ത ആളാണ്, പക്ഷെ അനന്തര സ്വത്ത് വഴി അയാൾക്ക് കോടികളുടെ സ്വത്തുണ്ട്, ഉണ്ടായിക്കൂടെ? ആരാണോ അയാളുടെ രക്ഷാകർത്താവ് കണക്കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പ്രായപൂർത്തിയും ഇതും എന്തിൽ ബാധകമല്ല? സക്കാത്തിൽ ബാധകമല്ല.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, കടം കൊടുക്കൽ തന്നെ എന്താണ്, നല്ലൊരു പ്രവൃത്തിയാണ്, കൂലി കിട്ടുന്ന കാര്യമാണ്. ഇനി കടം കൊടുത്ത് ഇവനാണെങ്കിൽ പറഞ്ഞ സമയത്ത് തിരിച്ചും തരുന്നില്ല, സക്കാത്ത് ഞാൻ കൊടുക്കണം എന്ന് പറയുന്നത് ശറഅയിൽ അങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടാക്കുന്ന നിയമമില്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ പണം എവിടെ പോയാലും നമ്മളൊന്ന് ആലോചിച്ചു, ഒരു ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ വേറൊരാളെ കയ്യിലെത്തി, എവിടേക്കാണോ ഈ പണം പോകുന്നത് അവിടെ അയാളെ കൈവശം നിസാബും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവിടെ എന്താവും, അയാൾക്ക് സക്കാത്ത് ബാധകമാവും. അപ്പോൾ ഈ എവിടേക്കാണോ ഒരു പണം സഞ്ചരിക്കുന്നത് അതിൻ്റെ കൂടെ അതിൻ്റെ സക്കാത്തും പോകും. അതുകൊണ്ടാണ് നമ്മൾ ചിലവാക്കിപ്പോയ പണത്തിന് എന്തില്ല, സക്കാത്തില്ല. ഇനി നിങ്ങൾക്ക് ഒരു സംശയം വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു വർഷത്തിലെ സക്കാത്ത് കണക്ക് കൂട്ടുമ്പം അതിൽ ഒരു ഹിജറ വർഷക്കാലം തികഞ്ഞതുണ്ടാവും, തികയാത്തതുണ്ടാവും. കഴിഞ്ഞ മാസം കിട്ടിയ സാലറി ഉണ്ട്, അതിന് മുന്നത്തെ മാസം കിട്ടിയ സാലറി ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നാൽ ഒരു വർഷം മുമ്പ് സേവ് ചെയ്ത പൈസ അതിലുണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളാരും കയ്യിലേക്ക് വരുന്ന ഓരോ പണവും വേർതിരിച്ച് വേറെ വേറെ വെക്കാറില്ല, ഒരുമിച്ചാ വെക്കൽ. അങ്ങനെ വരുമ്പോൾ പ്രാക്ടിക്കലായി ഒരു ഡേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വാർഷികമായി ഒരു ഡേറ്റിൽ കണക്ക് കൂട്ടി കൊടുക്കാനേ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതിൽ ഒരു വർഷം തികഞ്ഞതുണ്ടാവും, ഒരു വർഷം തികയാത്തതുണ്ടാവും. തികഞ്ഞതിന് കൊടുക്കൽ നിർബന്ധമാണ്, തികയുന്നതിന് മുൻപ് കൊടുക്കൽ അനുവദനീയവുമാണ്. പക്ഷെ നിങ്ങൾ ഈ രീതിക്ക് നിങ്ങൾ ഓരോ വർഷവും കൃത്യമായി കണക്ക് കൂട്ടി കൊടുത്തു വരുമ്പോൾ ഒരിക്കലും സക്കാത്ത് എന്താവില്ല, ഡിലേ വരില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ഇനി പ്രത്യേകമായിട്ടൊരു പൈസ കിട്ടി, ഒരു വലിയൊരു എമൗണ്ട് കിട്ടി, അതിന് പ്രത്യേകം ഹൗല് വെക്കണോ, അയാൾക്ക് വെക്കാം. പക്ഷെ ആ പണം വേറെ തന്നെ അയാൾ കൈകാര്യം ചെയ്യണം. കാരണം അതിൻ്റെ ഹൗല് വേറെയാണ്, അതിൻ്റെ ഹൗല് എപ്പോഴാണ് കണക്കാക്കണം, ആ ഹൗലെത്തുമ്പോൾ അയാൾ സക്കാത്ത് കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ എളുപ്പമുള്ളത്, അയാൾക്കറിയാം എന്തായാലും 1,70,000 ഒക്കെ ഒന്നുകിൽ ക്യാഷായിട്ടോ കച്ചവട വസ്തുവായിട്ടോ എൻ്റെ കയ്യിൽ ബേസിക് ബാലൻസ് ഉണ്ടാവുന്ന ആളാണ് എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് ബാധ്യത. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ആ ഇരുന്നിട്ട് എൻ്റെ കണക്ക് കൂട്ടുക, ടോട്ടൽ ക്യാഷ് എത്ര ഉണ്ട് കൈവശം, അതേപോലെ തന്നെ നിക്ഷേപങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടില്ല, നിക്ഷേപങ്ങളുടെ ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരവേളയിൽ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കൂടുതൽ വിശദമായിട്ട് പോകാം. ഏതായാലും നിക്ഷേപങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ അത്, അതേപോലെ തന്നെ കൈവശം കച്ചവട വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ടോട്ടൽ എടുക്കുക, 2.5 കൊടുക്കുക, സക്കാത്ത് കൂടി. കച്ചവട വസ്തുവിൻ്റെ വാങ്ങിയ വിലയല്ല, കണക്ക് കൂട്ടുന്ന സമയത്തെ വിലയാണ് പരിഗണിക്കേണ്ടത്. ചിലപ്പോൾ ഒരാളൊരു ഭൂമി വാങ്ങിയിട്ടുണ്ടാവും, ആ ഭൂമി വാങ്ങി അതിൻ്റെ വില ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇടിഞ്ഞ വില കൊടുത്താൽ, കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിയ വിലയും കൊടുക്കണം, നീതിപൂർവകമാണ്. അതേപോലെ തന്നെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഒരാൾ അയാൾക്ക് സക്കാത്ത് കണക്ക് കൂട്ടുന്നതിൻ്റെ മുന്നേ കടം തിരിച്ച് കിട്ടാനുള്ളതുണ്ട്. പക്ഷെ ഇയാൾ എന്ത് ചെയ്ത്, എനിക്ക് ആ സക്കാത്താണ് കണക്ക് കൂട്ടി കഴിഞ്ഞിട്ട് വാങ്ങാം, കടം തിരിച്ച് കിട്ടാനുള്ള പൈസ കിട്ടാണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത്, എൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടൽ കഴിഞ്ഞിട്ട് വാങ്ങാം, എന്നാൽ പിന്നെ എന്തായി, അടുത്ത വർഷത്തെ കണക്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ചിലവായി പോയാൽ അത് പോയും ചെയ്തു എന്ന നിലക്കൊരാൾ ചെയ്താലോ, ശരിയല്ലേ? ആരും ചെയ്യൂല, സക്കാത്ത് കൊടുക്കുന്നവനോട് ചെയ്യൂല. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവൻ സക്കാത്താണ് കൊടുക്കാതെന്നാ പോരെ. ഇത്ര ഫിഖിൻ്റെ മസാലൊക്കെ നോക്കി കഷ്ടപ്പെട്ട് അതിൻ്റെ ഡേറ്റൊക്കെ നോക്കിയിട്ട് പൈസ ഒക്കെ വാങ്ങാൻ നിൽക്കണം, ഓന് സക്കാത്ത് കൊടുക്കാതെ തന്നാൽ പോരെ. അപ്പോൾ നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, സക്കാത്ത് കൊടുക്കുന്ന ഒരാൾക്ക് അങ്ങനെയുള്ളൊരു ചിന്താഗതി ഇല്ല. കാരണം സക്കാത്ത് എന്ന് പറഞ്ഞാൽ പടച്ചവൻ എനിക്ക് ഇത്രയും തന്ന്, ആ തന്നതിൽ നിന്നൊരു ചെറിയ ശതമാനം എന്നോട് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ, അത് കൊടുക്കുന്നതിന് എന്നെ പടച്ചവൻ എനിക്ക് വീണ്ടും എനിക്ക് ഇരട്ടിപ്പിച്ച് തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അത് കൊടുത്താൽ നമ്മളുടെ സമ്പത്ത് വർദ്ധിക്കും. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ നമുക്കിവിടെ ഒരു സക്കാത്ത് സെല്ലുണ്ട്. കൃത്യമായി അവകാശികളെ കണ്ടെത്തി, നമുക്കറിയാം ഒരു യൂണിറ്റിൽ നിന്ന് ഒരു അപേക്ഷ വന്നാൽ ആ യൂണിറ്റിൻ്റെ മീറ്റിങ്ങിൽ ഇരുന്നിട്ട് ആ അപേക്ഷ അർഹപ്പെട്ടതാണോ ആർക്കതറിയാം. അപ്പോൾ ഇന്ന പ്രവർത്തകൻ തന്നതാണ്, അപ്പോൾ ആ പ്രവർത്തകന് ഇതെന്താണ് കേസ് അവനോട് ചോദിച്ച് അങ്ങനെ ആ മീറ്റിങ്ങിൽ നിന്ന് അവർ പാസ്സാക്കി കേന്ദ്രത്തിൽ അയക്കും. കേന്ദ്രത്തിലെത്തിയാൽ ആ അപേക്ഷ
അവിടെയുള്ള കേന്ദ്രത്തിലെ മീറ്റിങ്ങിൽ എല്ലാ യൂണിറ്റത്തെ പ്രതിനിധികളും ഉണ്ടാവും. അവിടുന്ന് ഇത് ഡിസ്കസ് ചെയ്ത് ചർച്ച ചെയ്ത് അതിന് പാസ്സാക്കും. അങ്ങനെയാണ് അതിൻ്റെ സംവിധാനം. അതിൽ യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ അപേക്ഷ കേന്ദ്രത്തിലേക്ക് വിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അർഹപ്പെട്ട ആൾക്കാർക്കാണ് നമ്മൾ അപേക്ഷ വെറുതാണ്ട് ഇരുന്നിട്ട് പാസ്സാക്കി അങ്ങനെയല്ല. അർഹപ്പെട്ട കേസാണോ നമ്മൾ കൊടുക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 8 അവകാശികളുണ്ട്. ഫക്കീർ, മിസ്കീന്, അതുപോലെ തന്നെ കടക്കാരൻ, അടിമ, അതല്ലെങ്കിൽ അന്യായമായി ജയിലിലോ മറ്റൊക്കെ കിടക്കുന്ന ആളുകളെ മോചിപ്പിക്കാൻ, അതേപോലെ തന്നെ സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ, അത് ഭരണ സംവിധാനം അതിനുവേണ്ടി അല്ലെങ്കിൽ മുസ്ലിം സമൂഹം പൊതുവായി ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മുഅല്ലഫത്തിൽ ഖുലൂബ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില ഗോത്രങ്ങളൊക്കെ ആക്രമിക്കും. അപ്പോൾ അവരുടെ അക്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർക്ക് സക്കാത്തിൻ്റെ ഒരു വിഹിതത്തിൽ നിന്ന് എന്ത് ചെയ്യും, കൊടുക്കും. അപ്പോൾ അവരൊരു ആഭിമുഖ്യമുള്ള ആൾക്കാരായിട്ട് മാറും, മനസ്സിണക്കാൻ. അല്ലെങ്കിൽ അവർ ഓൾറെഡി ആഭിമുഖ്യമുള്ള ആൾക്കാരാവും, അവരങ്ങനെ തന്നെ നിലനിർത്താൻ സക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് അവർക്ക് കൊടുത്തിരുന്നു. അതാണ് മുഅല്ലഫത്തുൽ ഖുലൂബ്. അതേപോലെ തന്നെ വഫീ സബീലില്ലാഹി വബിനി സബീൽ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി യാത്ര പോയിട്ട് വഴിമുട്ടിയ വ്യക്തി, അതല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അഥവാ സൈനിക സന്നാഹങ്ങൾക്കും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ സൈനിക സന്നാഹങ്ങൾക്ക് വേണ്ടി സക്കാത്തിൽ നിന്ന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ അവകാശികൾക്ക് കൊടുത്താലാണ് സക്കാത്ത് വീടുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവായ സംവിധാനം അനിവാര്യമാണ്. കാരണം സക്കാത്തിൻ്റെ അവകാശികൾ, ഒരാൾ സക്കാത്തിൻ്റെ അവകാശി എന്ന് വിചാരിക്കുക, പാവപ്പെട്ടവനാണ്. ഇവന് കൊടുക്കാനുള്ള ഓരോരുത്തരോടും പോയിട്ട് ചോദിക്കണോ, നിങ്ങളെ കയ്യിൽ സക്കാത്തും പൈസ ഉണ്ടോ എന്ന് പോയി ചോദിക്കാൻ പറ്റുമോ? അതായിരുന്നു മുമ്പത്തെ അവസ്ഥ. എന്നാൽ അതിനപ്പുറം അവരുടെ അഭിമാനത്തിന് ഒരു ക്ഷതവും വരുത്താതെ അവരുടെ വിഷയം എന്താണെന്നുള്ളത് കൃത്യമായി ഒരു അപേക്ഷയാക്കി എഴുതി ഒരു സമിതിക്ക് കൊടുത്താൽ അവരത് കൃത്യമായി പഠിച്ച് അയാൾക്ക് ആ സഹായം എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഇതിന് ഒരു പരിധിവരെ അറുതി വരുത്താൻ നമുക്ക് സാധിക്കും. ഒരുപാട് നമ്മളറിയാത്ത അവകാശികളിലേക്ക് നമുക്ക് സമ്പത്ത് എത്തിക്കാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിയാം, സക്കാത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരാൻ പോവുക. അപ്പോൾ ആ സക്കാത്തിൻ്റെ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ പ്രവർത്തിക്കുന്നതിനൊക്കെ സക്കാത്ത് കൊടുക്കുന്ന ആളെ പ്രതിഫലം നമുക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖാസിനുൽ മുസ്ലിമുൽ അമീൻ അല്ലദീ യുഅതി മാ ഉമിറ ബിഹി ഫഹുവ അഹദുൽ മുതസദ്ദിഖീൻ. ഒരു വിശ്വസ്തയോടുകൂടി ഈ ദാനധർമ്മത്തിൻ്റെ പണം കൈകാര്യം ചെയ്യുകയും അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന, സ്വരൂപിക്കാനും എത്തിച്ചു കൊടുക്കാനും പരിശ്രമിക്കുന്ന വ്യക്തി ആ ധനം ദാനം ചെയ്ത 2 പേരിൽ ഒരാളാണ്. 2 പേരിൽ ഒരാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കുടുംബത്തിലും മറ്റൊക്കെ വളരെ അർഹപ്പെട്ട പൊതു സംവിധാനത്തിൽ നിന്ന് എത്താൻ സാധ്യതയില്ലാത്ത ആൾക്കാരുണ്ടാവും. അവരെയും നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. അതോടൊപ്പം നമ്മുടെ വളരെ വിശ്വസ്തയോടുകൂടി അത് കൈകാര്യം ചെയ്യുന്ന പൊതു സംവിധാനങ്ങളെയും നമ്മൾ പരിഗണിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വജസാകുമുല്ലാഹു ഖൈറൽ ജസാ.